വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം തിരുവചനം. വിലാപങ്ങൾ 3:19. എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. കടന്നുപോയ സഹനത്തിന്റെ തീച്ചൂളകളെ കുറിച്ച് ഞാൻ ഓർക്കുന്നത് എനിക്ക് കൈപ്പേറിയ വിഷമാണെന്ന്. ഈ വിഷം ചുമന്നുകൊണ്ട് ഒരു ജീവിതയാത്രയിൽ ഒരു പാവം പതിത ജന്മം ഈ വിഷം ചുമന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മുറിവ് മനസ്സിലാക്കണം. ഇത് നമ്മുടെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടി അടികൂടുമല്ലോ. പെടയുന്ന കുറച്ച് ആത്മാക്കളുണ്ട് വീട്ടിൽ, മറന്നു പോരുന്നത്. മുക്കറ്റം മദ്യവെച്ച് വെച്ച് വരുന്ന പാദങ്ങളുമായിട്ട് കയറി വരുമല്ലോ മിടുക്കൻ. നീ മുറിവേൽപ്പിക്കുന്നവർ ഒത്തിരി പേര് വീട്ടിൽ കിടപ്പുണ്ട്. ഇതൊക്കെ സാത്താന്റെ താവളമായിട്ട് മാറും. സാത്താന്റെ താവളം. നാളെ നേരെ നിൽക്കുവര്. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് തിരിച്ചറിയണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ചെറിയ കാര്യങ്ങളുടെ പേരിൽ വഴക്കിടുക, വിവാഹമോചനത്തിലേക്ക് എത്തുക. കഷ്ടപ്പാട് കണ്ണുനീരുള്ള കുടുംബങ്ങളിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. വിവാഹമോചനത്തിന് പോകാനൊക്കെ ആണെങ്കിൽ ഞങ്ങൾ കണ്ടുപരിചയിച്ച കുടുംബങ്ങളിൽ 1000 വിവാഹമോചനം നടക്കേണ്ട കേസ് ഓരോ വീട്ടിലുണ്ട്. ആരും പോയില്ല എന്ന് മാത്രമല്ല, അവർ വഴിപിഴച്ചു പോയൊരു ജീവിത പങ്കാളിയെ, തങ്ങളുടെ സ്നേഹത്തിന്റെ സ്വപ്നങ്ങൾക്കൊത്ത് ജീവിക്കാത്തൊരു ജീവിത പങ്കാളിയെ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ച് ജീവിച്ചു. അങ്ങനെയാണ് കുടുംബങ്ങൾ നിലനിന്നത്. അങ്ങനെയാണ് മക്കൾ ഐശ്വര്യത്തിലെത്തിയത്. അങ്ങനെയാണ് കുടുംബങ്ങൾ അഭിവൃദ്ധിപ്പെട്ടത്. സഹിക്കണം എന്റെ പ്രിയപ്പെട്ട മക്കളെ, സഹിക്കണം. അപ്പൊ നിങ്ങൾ പറയും, നിങ്ങൾ കത്തനാരന്മാർക്ക് അങ്ങനെ പലതും പറയാം. സഹിക്കണം അല്ല, പറ്റില്ല. സഹിക്കണം. എന്തിനു വേണ്ടി സഹിക്കണം? ഈ കുഞ്ഞ് മുറിവേൽപ്പിക്കപ്പെടാതിരിക്കാൻ സഹിച്ചോണം. കാണിച്ചു തരാം കുടുംബങ്ങളെ, പരിചയപ്പെടുത്തി തരാം ദമ്പതികളെ. സഹിച്ച് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. 1000 വിവാഹമോചനത്തിന്റെ സാധ്യതയുണ്ട് വീടിനകത്ത്. പക്ഷേ വിടില്ല, കളയില്ല. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഇയാൾക്ക് വേണ്ടി. ഇയാളെ ഞാൻ നോക്കിയില്ല, ഇപ്പം ആര് നോക്കും? മുറിവ് കൊടുക്കരുത്. ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് ഒരു മുറിവേറ്റാൽ അടുത്ത ആളെ മുറിവേൽപ്പിക്കാൻ സാത്താൻ ഈ മുറിവിലൂടെ പ്രവേശിക്കും. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചോണം. അത് വരുന്നത് പൈശാചികമായ വഴികൾ പ്രവേശിക്കും. സാത്താൻ പ്രവേശിക്കും. ഒരാൾ വൈരാഗ്യത്തിലും വെറുപ്പിലും എല്ലാം ആയിട്ട് മാറും. എന്നാൽ ചില മനുഷ്യരുണ്ട്, ഒരു മുറിവേറ്റു. പക്ഷെ അവർ മുറിവേറ്റെങ്കിലും അവരാരെയും മുറിവേൽപ്പിക്കാൻ തയ്യാറായില്ല. അവർ മുറിവേറ്റു, പക്ഷെ ആ മുറിവ് അവർ സൗകര്യപൂർവ്വം മറച്ചു വെച്ചു. ആ മുറിവ് അവർ ആരോടും പ്രകടിപ്പിച്ചില്ല. ആ മുറിവ് ആരെയും അവർ പ്രദർശിപ്പിച്ച് കാണിച്ചില്ല. അവർ ആ മുറിവ് ഏറ്റെടുത്തു. അവർ കർത്താവിന്റെ മുറിവിനോട് ചേർന്ന് അത് സഹിച്ചു. യെശയ്യാ 53:5. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവന്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അതായത് നമ്മുടെ മുറിവുകൾ യേശുവിന്റെ തിരുമുറിവിലേക്ക് ചേർത്ത് വെച്ച് സൗഖ്യം വാങ്ങിക്കണം. സൗഖ്യപ്പെട്ടില്ലെങ്കിൽ ഈ മുറിവ് അപകടകാരിയായിട്ട് മാറും. സാത്താൻ അതിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മുറിവേറ്റ എല്ലാ മക്കളോടും എനിക്ക് പറയാനുള്ളത് ഒരു വഴി അതിനുള്ളൂ. യേശുവിന്റെ കുരിശിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിനോട് പറയുക. കർത്താവിന്റെ കുരിശിന്റെ വഴി ചൊല്ലിയിട്ട് ഓരോ സ്റ്റേഷൻസിന്റെ അവസാനം പറയുക, മറക്കാൻ പറ്റാത്തൊരു മുറിവ്, വടുവായി മാറിയൊരു മുറിവ്, ചോരയൊലിക്കുന്ന ഒരു മുറിവ് എന്റെ ചങ്കിലുണ്ട് കർത്താവേ. നിന്റെ കുരിശിലെ തിരുമുറിവിനാൽ, തിരുരക്തത്താൽ എന്റെ മുറിവിനെ സുഖപ്പെടുത്തണമേ. ആ മുറിവ് സുഖപ്പെടട്ടെ. മുറിവേറ്റവരാണ് ഇന്ന് അപകടകാരികളായിട്ട് മാറിയിരിക്കുന്ന സമൂഹത്തിൽ. അത് സഭയിലാണേലും, കൂട്ടായ്മയിലാണേലും, സമർപ്പണത്തിലാണേലും, അച്ഛന്മാരുടെ കൂട്ടത്തിലാണേലും, സിസ്റ്റേഴ്സിന്റെ കൂട്ടത്തിലാണേലും ഈ മുറിവേറ്റവരിലൂടെ സാത്താൻ കയറും.